മഴ സമയങ്ങളിൽ നമുക്ക് ഇങ്ങനെയാണ് റോസിനെ പരിപാലിക്കേണ്ടത്. അതേപോലെ തന്നെ നമ്മളിപ്പം പറഞ്ഞു തന്ന മരുന്നുകളും കാര്യങ്ങളും ഒക്കെ കറക്റ്റായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ മഴക്കാലത്ത് നമുക്ക് അതിജീവിക്കാൻ സാധിക്കുന്നതാണ്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് മഴക്കാല പരിചരണം, റോസിന് വേണ്ടിയുള്ള മഴക്കാലത്ത് കൊടുക്കാനുള്ള വളങ്ങളും മരുന്നുകളും എങ്ങനെയൊക്കെ നമുക്കിതിനെ മെയിൻറ്റെയിൻ ചെയ്യാം മഴ സമയങ്ങളിൽ എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മളിടാൻ പോകുന്നത്. പ്രത്യേകിച്ച് ഒരു സബ്സ്ക്രൈബർ ആവശ്യപ്പെട്ട പ്രകാരമാണ് എല്ലാവർക്കും വേണ്ടി ഈ ഒരു വീഡിയോ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. നമുക്കേവർക്കും അറിയാം, മഴ സമയം റോസിന് ഒരു കാരണവശാലും യോജിച്ചതല്ല എന്ന് പറയാൻ പ്രത്യേകം കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസീസിൻ്റെ അല്ലെങ്കിൽ ഫംഗസിൻ്റെ ആക്ഷൻ കൂടുതലാണ് മഴ സമയങ്ങളിൽ. അതേപോലെ തന്നെ ഇൻസെക്റ്റിൻ്റെ ആക്രമണങ്ങളും ഒരുപാട് കൂടുതലായിട്ട് അനുഭവപ്പെടുന്നത് നമുക്ക് മഴക്കാലങ്ങളിലാണ്. സ്വമേധയാ നമുക്ക് വെയിൽ നല്ല കിട്ടുന്ന സമയങ്ങളിൽ നമുക്ക് ഒരുപാട് ഇത് അഫക്റ്റ് ചെയ്യത്തില്ല എന്നുണ്ടെങ്കിലും അന്നേരവും ഉണ്ട്, പരമാവധി കുറവാണ് എന്നുള്ളതാണ്. മഴ സമയങ്ങളിലാവുമ്പോഴത്തേക്ക് നമുക്ക് അതിന് പ്രിക്കോഷനായിട്ട് ആദ്യമായിട്ട് യൂസ് ചെയ്യേണ്ടത് ഒരു ഇൻസെക്ടിസൈഡ്, നല്ല ഒരു ഇൻസെക്ടിസൈഡ് കയ്യിൽ വെച്ചേക്കുക. അത് മഴ കഴിഞ്ഞാൽ, അതായത് ഇന്ന് മഴ പെയ്യുന്നുണ്ടെങ്കിൽ നാളെ തന്നെ പരമാവധി ഒരു 3 മില്ലിയോ 4 മില്ലിയോ മരുന്ന്, ഏതെങ്കിലും ഒരു നല്ല മരുന്ന്, അതായത് നമുക്ക് അവിടെ അവൈലബിൾ, ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് പലയിടത്തും പല സാധനങ്ങളും ഷോർട്ടേജ് ആയിരിക്കും. എന്നാലും നിങ്ങളുടെ നാട് ഏതാണോ ആ നാട്ടിൽ വീടിനടുത്തുള്ള വളം ഡിപ്പോയിൽ അല്ലെങ്കിൽ കെമിക്കൽ ലൈസൻസുള്ള കാണും, 100% കാണാതിരിക്കാനൊരു ഇതുമില്ല, കാണും. അവിടെ നിന്ന് പോവാൻ നമ്മളാവശ്യമാണ്, നമ്മളെ ചെടിക്ക് വേണ്ടിയാണ്. അന്നേരം നമ്മൾ സത്യവാങ്മൂലമൊക്കെ എഴുതി വെച്ചിട്ട് പോവുക. കിട്ടുന്ന മരുന്ന് ഏതാണോ അതിനെ വീട്ടിൽ കൊണ്ടുവരിക. റിയൂഡ് ഇങ്ങനെയുള്ള മരുന്നുകളാണ് നമ്മൾ പറയുന്നത് കൂടുതലും. അന്നേരം അവിടെ ചിലപ്പം റോസിനടിക്കാനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്തെങ്കിലും നല്ല മരുന്നുകൾ തരും. ഇൻസെക്ടിസൈഡ് ഏതായാലും അതിൻ്റെ കൂടെ തന്നെ ഏതെങ്കിലും ഒരു വെറ്റിംഗ് ഏജൻറ്റും കൂടെ ഒന്ന് ലൈറ്റായിട്ട് കാര്യം. ഇപ്പം മഴ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ അത് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. മാത്രമല്ല, ഈ മഴ തോന്നു നിൽക്കുന്ന സമയങ്ങളിൽ ഒരു 2-3 മണിക്കൂർ ഗ്യാപ്പ് എന്തായാലും കിട്ടാൻ സാധ്യതയുണ്ട്. 2-3 മണിക്കൂർ ഗ്യാപ്പ് കിട്ടാൻ സാധ്യതയുണ്ട്. ആ സമയങ്ങളിൽ വേണം നമ്മളിതിനെ കൊടുക്കാനായിട്ട്. നല്ല തെളിഞ്ഞ് നിൽക്കുന്ന സമയത്ത് അങ്ങ് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അത് മഴ പെയ്യുന്നതിൻ്റെ അടുത്ത ദിവസം തന്നെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. അന്നേരം വെയിൽ കാണും, അന്നേരം കൊടുക്കുന്നത് ബെറ്ററാണ്. ഓക്കെ, അത് അങ്ങനെ നമുക്കൊരു പരിധി വരെ നമുക്ക് ഇൻസെക്റ്റിനെ ഒഴിവാക്കാൻ സാധിക്കും. ആഴ്ചയിൽ കൊടുത്തോളൂ. മീൻ കൊടുക്കുന്ന മരുന്ന് ആഴ്ചയിൽ മാറി കൊടുക്കുക. അതായത് ഇന്ന് കൊടുത്ത ആ മരുന്ന്, നമ്മൾ നേരത്തെ ഒരുപാട് മരുന്നുകൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഇരിപ്പുണ്ടല്ലേ, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ ഒരുപാട് പേർക്ക് ഒരുപാട് മരുന്നുകൾ കയ്യിലുണ്ടെന്ന് എനിക്കറിയാം. അന്നേരം അത് കൊടുക്കുക. ഇപ്പം ഇന്നിത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് ആ ഫംഗിസൈഡ് കൊണ്ടൊന്ന് കൊടുക്കണം. കാര്യം ഫംഗസിൻ്റെ ആക്ഷൻ കൂടുതലായിട്ട് വരാനായിട്ട് സാധ്യതയുണ്ട്. കാര്യം മൊട്ട് കരിയൽ, അതേപോലെ തന്നെ ഇലയ്ക്ക് ഒരുപാട് കുരുടിപ്പ്, വളരെ ശ്രദ്ധിക്കുക. കുരുടിപ്പ് വരുന്ന വീണ്ടും കട്ട് ചെയ്യുക. വീണ്ടും കുരുടിപ്പാണ് വരുന്നതെന്നുണ്ടെങ്കിൽ വീണ്ടും കട്ട് ചെയ്യുക. അതിനുശേഷം മരുന്ന് കൊടുക്കുക. അത് കറക്റ്റ് ഈ സമയങ്ങളിൽ ആഴ്ചയിൽ കൊടുത്തോളൂ. ആഴ്ചയിൽ ഒരിക്കൽ വീതം കൊടുക്കുക. കാര്യം മറ്റുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15 ദിവസം കൂടുമ്പോൾ കൊടുക്കുന്നത്, മഴ സമയം കഴിയുമ്പോഴത്തേക്ക് ആഴ്ചയിലൊന്ന് കൊടുത്താൽ നല്ലതാണ്. ഓക്കെ, അടുത്തത് രണ്ടാമത്തെ കാര്യം, വളം. ഇപ്പം നമ്മൾ പ്ലാന്റിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മഴ സമയത്ത് വലിയ വളങ്ങളൊന്നും കൊടുത്തിട്ട് കാര്യമില്ല. നമ്മൾ എന്ത് വളം കൊടുത്താലും അത് മൂട്ടിൽ നിന്നും ചുമ്മാ ഒലിച്ചു പോകത്തേ ഉള്ളൂ. അന്നേരം മഴ കഴിഞ്ഞതിന് ശേഷം വളം കൊടുക്കുക. അത് പരമാവധി നമ്മൾ ഇച്ചിരി ഒന്ന് ഇപ്പം കുറച്ച് ദിവസത്തേക്ക് വളങ്ങളൊന്നും കൊടുക്കണ്ട. കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ വെച്ച് മൂടഴുകൽ, റൂട്ടിൽ വരുന്ന അഴുകലൊക്കെ വരാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. സോ ഇപ്പം വളം കൊടുക്കേണ്ട കാര്യമില്ല. ഓക്കെ, നമ്മളിവിടെ ചെയ്യുന്നതാണ്. അത് പ്രത്യേകിച്ച് ഒരുപാട് നെഗറ്റീവായിട്ടുള്ള ഒരുപാട് പേര് ഇതേപോലെ കമൻറ്റുകൾ ഇടുന്നുണ്ട്. എന്നാലും പറയുവാണ്, ഈ സമയങ്ങളിൽ വളമിടേണ്ട കാര്യമില്ല. മഴയത്ത് ഇതൊലിച്ചു സാമാന്യമായിട്ടൊന്ന് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും. നല്ല മഴ പെയ്യുന്നു, വെള്ളം കെട്ടി നിൽക്കും. വെള്ളം കെട്ടി നിൽക്കുന്നത് കുത്തി വിടുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതും പോവും. അത് നമുക്ക് പ്ലാൻ ബോഡിയിൽ അത് ഇപ്പം ചെയ്തിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഇപ്പം വളം കൊടുക്കണ്ട. റോസിനെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ ഒരു സമയമല്ല ഇത്. മഴ സമയങ്ങളിൽ ഇലയൊക്കെ ഒരുമാതിരി വൃത്തികേടായിട്ടൊക്കെ നിൽക്കും. അതെല്ലാം കട്ട് ചെയ്ത് കളയുക. മൂട് എപ്പോഴും ശുചിത്വം, മൂട്ടിൽ നല്ല
മണ്ണല്ലാതെ വേറെ ഈ അഴുകിയ പൂക്കൾ, അഴുകിയ ഇലകളൊന്നും കിടക്കേണ്ട കാര്യമില്ല. അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. കാര്യം ഫംഗസിൻ്റെ ആക്ഷൻ കുറഞ്ഞ് കിട്ടും. അത് വളരെ ശ്രദ്ധിക്കുക, വൃത്തിയാക്കി സൂക്ഷിക്കുക. ഈ സമയത്ത് ജസ്റ്റ് റോസിനെ മണ്ടയൊക്കെ പ്രൂൺ ചെയ്തൊന്ന് തിരിഞ്ഞ് നോക്കാതെ, ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ തിരിഞ്ഞ് നോക്കാതിരിക്കുന്ന സമയമാണ്. റോസിനെ വലുതായിട്ട് അങ്ങനെ ഈ മഴ സമയങ്ങളിൽ ആളുകൾ നഴ്സറിക്കാരാണെങ്കിലുമൊക്കെ അവോയ്ഡ് ചെയ്ത് കളയും ഈ ഒരു സമയത്ത്. കാര്യം 99% നഴ്സറികളും നമുക്ക് നോക്കിയാൽ മനസ്സിലാവും തിരിച്ച് അതിനെ വളർത്തി വിൽക്കാനായിട്ട് നോക്കില്ല. അന്നേരത്തെ ഒരു ലാഭം എന്നുള്ളൊരു നിലയ്ക്ക് പുതിയ സ്റ്റോക്ക് എടുത്ത് വെച്ച് വിൽക്കാനേ നോക്കും. നമ്മളിത് ഇവിടെ കട്ട് ചെയ്ത് വളർത്തിയെടുക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഏകദേശം 10,500-2,000 റോസ് ഇപ്പം വന്നാലും ഞങ്ങൾ നഴ്സറിയിൽ കാണാൻ സാധിക്കും. ഇതേപോലെ മണ്ട പ്രൂൺ ചെയ്ത് മരുന്നും അടിച്ച് പ്ലാന്റിന് നല്ല വെയിൽ, അത്യാവശ്യം വെയിലും മഴയൊക്കെ കിട്ടത്തക്ക രീതിയിൽ അങ്ങ് വെച്ച് കൊടുക്കുന്നു എന്നുള്ളത് മാത്രം ആണ് നമ്മളിപ്പം മഴ സമയങ്ങളിൽ ചെയ്യാനായിട്ട് പോകുന്നത്. അന്നേരം നിങ്ങളും അതേപോലെ തന്നെ അങ്ങ് മണ്ടകൾ പ്രൂൺ ചെയ്യുക, നല്ല പോലെ മണ്ടകൾ പ്രൂൺ ചെയ്ത് ഇട്ടേക്കുക. വേറെ ഒന്നും നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നില്ല. മൂട് ഭാഗത്തുനിന്ന് പോച്ചയൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് കളയുക. അതേപോലെ തന്നെ അഴുകിയ അവശിഷ്ടങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്ത് കളഞ്ഞ് അത് സുന്ദരമായിട്ട് സൂക്ഷിക്കുക എന്നുള്ളതാണ് ഈ സമയങ്ങളിൽ മഴക്കാലത്ത് നമ്മൾ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം. ഇത് കഴിഞ്ഞിട്ടൊരു 20 ദിവസം കഴിയട്ടെ, അതിനുശേഷം നമുക്ക് ഇതിനെ സെറ്റാക്കി വീണ്ടും തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളത് കൊണ്ടാണ് നമ്മളിങ്ങനെ പറയുന്നത്. മണ്ടകൾ പ്രൂൺ ചെയ്ത് കളയുക, പ്ലാന്റിനെ സേഫാക്കി സൂക്ഷിക്കുക. ഇപ്പം അത് പറയാനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ കലേഡിയത്തിൻ്റെയൊക്കെ എന്താണ് ചെയ്യുന്നത്, ഡോർമൻസി വരുന്ന സമയത്ത് നമ്മൾ അതിനെ ഇളക്കും. അതേപോലെ തന്നെ റോസിൻ്റെ ഡോർമൻസി ടൈമാണ് മഴ സമയം എന്ന് മാത്രം മനസ്സിൽ കരുതുക. അന്നേരം ഇങ്ങനെയാണ് റോസിന് മഴക്കാലത്ത് നമ്മൾ സൂക്ഷിച്ചു പോകുന്നത്. മരുന്ന് കൊടുക്കുന്നു, അതേപോലെ തന്നെ പ്രൂൺ ചെയ്ത് വിടുന്നു. വേറെ ഒന്നും ഇപ്പം ചെയ്യാൻ പോകുന്നില്ല. വളരെ സൂക്ഷിക്കുക. ഫംഗിസൈഡ് നന്നായിട്ട് കൊടുക്കുക, അതിനുശേഷം ഇൻസെക്ടിസൈഡ് കൊടുക്കുക. ആദ്യമേ ഫംഗിസൈഡും ഇൻസെക്ടിസൈഡും രണ്ടും മാറിയും തിരിഞ്ഞും കൊടുക്കുന്നു. ഈ ഫംഗിസൈഡ് ആയാലും ഇൻസെക്ടിസൈഡ് ആയാലും അത് യൂസ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ സ്വല്പം വെറ്റിംഗ് ഏജൻറ്റും കൂടെ അതിനകത്ത് ആഡ് ചെയ്ത് ചേർക്കുന്നു. അത് വളരെ ശ്രദ്ധിക്കുക. പെട്ടെന്ന് ബോഡിയിലും അതായത് ലീഫിന് അടിയിലുമൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് വീഴാനായിട്ട് ശ്രമിക്കുക. ഇത് നമ്മളെ പഴയ റോസിൻ്റെ വീഡിയോ നേരത്തെ എടുത്ത് വെച്ചതിനകത്ത് നമ്മൾ ആണ്, നിങ്ങളത് ശ്രദ്ധിക്കുക. എന്തായാലും ലോക്ക്ഡൗൺ സമയമാണ്. ഈ വീഡിയോയ്ക്ക് ഇച്ചിരി നീളം വന്നതിന് കാരണം തന്നെ നിങ്ങൾ ചുമ്മാ വീട്ടിൽ ഫ്രസ്ട്രേഷൻസോ അതിൽ ടെൻഷനോ ഒക്കെ പോകാൻ വേണ്ടി ആ വീഡിയോയിൽ കാണിക്കുന്ന പൂക്കളൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടും ഒക്കെയാണ് നമ്മൾ പഴയ വീഡിയോസ് എല്ലാം ചകഞ്ഞെടുത്തിട്ടാണ് ഇങ്ങനൊരു വീഡിയോ സെറ്റ് ചെയ്തേക്കുന്നത്. അന്നേരം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത നല്ലൊരു ടോപ്പിക്കുമായിട്ട് നാളെ കാണും വരെ ശുഭദിനം നേരുന്നു.